എഫക്ട് ഓഫ് ഇത് എഴുതിക്കുക. എഫക്ട് ഓഫ് ഇതാണ് ഇപ്പൊ ഇത് ഈ ഹെഡിങ് ആണ് എഴുതേണ്ടത്. എഫക്ട് ഓഫ് എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഓൺ അസിഡിറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് നേച്ചറിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ അത് ഏതെങ്കിലും ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് സോൾട്ട് ഹൈഡ്രജൻ ഉണ്ടാവും. അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് സോൾട്ട് മാത്രം ഉണ്ടാവും. അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആസിഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സോൾട്ടും ഉണ്ടാക്കും. അത് ഈ കാർബോക്സിലിക് ആസിഡും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ കെ വാല്യൂവിനെ പറ്റി പഠിച്ചു. അതായത് അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ അത് H3O+ അയോൺസ് ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. കൂടുതൽ H3O+ അയോൺസ് ഉണ്ടാക്കുമെങ്കിൽ കൂടുതൽ അസിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കെ വാല്യൂ കണ്ടുപിടിച്ചു. കെ എ വാല്യൂ കൂടുതലാണെങ്കിൽ അസിഡിറ്റി കൂടുതലാണെന്ന് അർത്ഥം. വേറൊരു കാര്യം കൂടെ പറയാം. പി കെ വാല്യൂ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് കെ വാല്യൂടെ നെഗറ്റീവ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് പി കെ. അപ്പൊ പി കെ വാല്യൂ കുറവായിട്ടിരുന്നാൽ കെ വാല്യൂ കൂടുതലായിരിക്കും, അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പൊ പി കെയും കെയും വാല്യൂയും തമ്മിൽ റെസിപ്രോക്കൽ ആയിരിക്കും, റെസിപ്രോക്കൽ റിലേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം, അല്ലെ ഇൻവേഴ്സ് റിലേഷൻ ആണെന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി ഈ ബെൻസീൻ റിങ്ങുകളിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു കഴിഞ്ഞാൽ ഈ അസിഡിറ്റിക്ക് എന്ത് പറ്റും? അതായത് ഇതിന്റെ ഓർഡർ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർഡർ ഒക്കെ ചോദിക്കും. കുറെ കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിറ്റി, ഡിക്രീസിങ് ഓർഡർ ഓഫ് അസിഡിറ്റിയിൽ എഴുതാൻ പറഞ്ഞൊക്കെ ചോദിക്കും. അപ്പൊ അതിനകത്ത് എഴുതേണ്ട ഒരു കാര്യമാണ്, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ട കാര്യമാണ്, presence of an electron withdrawing group increases the strength of acid as it decreases the electron density, the electron density on oxygen atom. Hence it is easier to eliminate H plus ions and acid will be stronger. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് എക്സാമ്പിൾ NO2 ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. COOH ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതിന്റെ അസിഡിറ്റിയെ പറ്റിയാണ് പറയുന്നത്, അപ്പൊ അതവിടെ ഉപയോഗിക്കേണ്ട. CHO ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ I- Cl- ഒക്കെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഓക്കെ ആണല്ലോ. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം, നോക്കിക്കോളൂ. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഇതിപ്പോ ഒരു ബെൻസോയിക് ആസിഡ് ആണ് നമുക്ക്, അതായത് ഇവിടെ COOH വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് NO2 ഉണ്ട്. എന്ത് സംഭവിക്കുന്നത്? ഇത് ആസിഡ്, ഇത് നല്ല ആസിഡ് ആണോ അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡ് ആണോ അല്ലെങ്കിൽ വീക്ക് ആസിഡ് ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എപ്പോഴാ? ഈ H+നെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് H+ ആകാൻ കഴിവുണ്ടെങ്കിൽ അവൻ നല്ല ആസിഡാണ് അർത്ഥം. എന്നാൽ ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് H+ ആകാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെതുക്കിയതാവത്തുള്ളെങ്കിൽ അവന്റെ ആസിഡിറ്റി കുറവാണെന്ന് അർത്ഥം. അപ്പൊ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടുന്ന് ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഒക്കെ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വലിക്കും. അതായത് ഇതിന്റെ മണ്ടക്കത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഈ ഓക്സിജന്റെ മണ്ടക്കത്തെ, അപ്പൊ ഈ ഓക്സിജന്റെ മണ്ടക്കുള്ള ലോൺ പെയറിനെ ഇങ്ങോട്ടേക്ക് വലിക്കും. അപ്പൊ ഈ ഓക്സിജന്റെ മണ്ടക്കുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അതിനർത്ഥം OH കൊണ്ട് വീക്ക് ആവും. അപ്പൊ പെട്ടെന്ന് പൊട്ടിക്കാം. പെട്ടെന്ന് പൊട്ടിയാൽ H+ അയോൺസ് പെട്ടെന്ന് ഉണ്ടാവും. പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്ട്രോങ്ങർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. പെട്ടെന്ന് H+ അയോൺസ് ഉണ്ടായ, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇവിടുന്ന് എല്ലാ ആൾക്കാരെയും ഇങ്ങോട്ടേക്ക് വലിക്കും ഇലക്ട്രോൺ. അപ്പം ഈ ഓക്സിജന്റെ മണ്ടയ്ക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി, ഓക്സിജന്റെ മണ്ടയ്ക്ക് 2 ഡബിൾ ബോണ്ട് അല്ലെ 2 ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയറിനെയൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് നമ്മുടെ റെസൊണൻസ് ഇഫക്റ്റ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഓക്സിജന്റെ മണ്ടക്കത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുകയും OH ബോണ്ട് വീക്ക് ആവുകയും ചെയ്യുന്നു.
അപ്പൊ പെട്ടെന്ന് പൊട്ടിച്ചാൽ പെട്ടെന്ന് H+ അയൺസ് ഉണ്ടാവും, സ്ട്രോങ്ങർ ആസിഡ് ആവും. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആസിഡ് സ്ട്രോങ്ങർ ആണെന്നുള്ള ആ കാര്യം ഓർത്തോണം. ഓക്കെ, അതായത് 1-2 പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇപ്പൊ തന്നെ ഇങ്ങനെ വന്നു, അതായത് ഇപ്പൊ തന്നെ ഇങ്ങനെ വന്നു. ഇവിടെ ഒരു COOH വരുന്നു, ഇവിടെ ഒരു NO2 വരുന്നു. ഓക്കെ, ഇനി വേറൊരു കോമ്പൗണ്ട് നോക്കിക്കോളൂ. ഇവിടെ ഒരു COOH, ഇവിടെയും ഒരു NO2, ഇവിടെയും ഒരു NO2 വരുന്നു. ഇനി ഇത് വരയ്ക്കല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ്, ഇതൊന്നും എഴുതണ്ട. ഇവിടെ ഒരു COOH, ഇവിടെ ഒരു NO2, ഇവിടെ ഒരു NO2, ഇവിടെയും ഒരു NO2. ഇതിനകത്ത് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ OH ബോണ്ടിനെ പൊട്ടിക്കാൻ കഴിവുള്ളത് ഇവനാ. കാരണം എന്താ, ഇവിടെ 3 പൊസിഷനിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ ഓക്സിജന്റെ മണ്ടത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി നല്ലതായിട്ട് കുറയ്ക്കുകയും ഈ OH ബോണ്ടിനെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കുകയും ഇതിനെ പെട്ടെന്ന് പൊട്ടിക്കുകയും ചെയ്യും. പിന്നെ അസിഡിറ്റി, അപ്പൊ ഇവൻ നല്ല സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അതിനേക്കാൾ അസിഡിറ്റി കുറഞ്ഞ ആളിവൻ, ഏറ്റവും അസിഡിറ്റി കുറഞ്ഞ ആളിവൻ, പക്ഷെ ഇവരെല്ലാം ആസിഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് നിങ്ങൾ നോക്കി അതിനനുസരിച്ച് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ എഴുതാൻ പോകുന്നത്. അപ്പൊ അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അത് നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റില് എക്സാമ്പിൾ ആയിട്ട് CH3 എഴുതാം, മീഥൈല്, അല്ലെങ്കിൽ OCH3 എഴുതാം. ഇതൊക്കെ എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? increases the electron density on oxygen atom. Hence OH bond becomes stronger. Stronger. So it is difficult to remove H as H+ ions. അല്ലെങ്കിൽ it is difficult to eliminate H+ ions എന്ന് എഴുതിയാൽ മതി. അത് ഒറ്റയടിക്കാൻ മതി. It is difficult to eliminate H+ ions. നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. നമ്മൾ അസിഡിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരു ബെൻസീൻ റിങ്ങില് ബെൻസോയിക് ആസിഡിന്റെ പല സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പുകൾ കാണും. അതിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ബെൻസോയിക് ആസിഡ് ഗ്രൂപ്പുകളുടെ അസിഡിറ്റി കൂടുകയും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ബെൻസോയിക് ആസിഡിന്റെ ബെൻസോയിക് ആസിഡിന്റെ അസിഡിറ്റി കുറയുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. ഓക്കെ ആണല്ലോ, അതാണ് അവിടെ പറയുന്നത്. ഇനി പിന്നെ ഈ ആൾക്കാർ വരുന്നതിനനുസരിച്ചും അസിഡിക്സ് വ്യത്യാസം വരും. അത് അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെയും കൂടെ എഴുതാം. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് acidity due to the presence of following group. അതിലൊന്ന് ഫീനൈൽ, PHY less than I, less than Br, less than Cl, less than F, less than Cn, less than NO2, less than F2. അത് മനസ്സിലായിക്കോണം. അതായത് ഇതെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളിൽ പലത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ് കേപ്പബിലിറ്റി ഉള്ളത് F2-നാണ്. പിന്നെന്താ, അയ്യോ ഒരു സെക്കൻഡ്, ഇത് CF3 ആണ്, F2 അല്ല, CF3 ആണ്. ഒരു സെക്കൻഡ്, ഈ ലാസ്റ്റ് വരുന്നത് CF3-ക്കാണ് ഏറ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ് ടെൻഡൻസി കഴിവ് കൂടുതൽ. CF3. പിന്നെ NO2, പിന്നെ Cn, പിന്നെ ക്ലോറിന്, ബ്രോമിന്, അയഡിന്, ഫീനൈൽ ഗ്രൂപ്പ്, ബെൻസീൻ റിംഗും ഇറ്റ്സെൽഫ് ഈസ് എന്താണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് ഈ അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞു. അതായത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ഇത് കാണാതൊന്നും പഠിക്കണ്ട.
ഞാൻ പരീക്ഷയ്ക്ക് നേരത്തെ ഇതിനകത്തെ പല കോമ്പൗണ്ടുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാത്തിനെയും കൂടെ അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ തന്നിരിക്കുക. ഈ കോമ്പൗണ്ടുകളെ ചോദിക്കാറുള്ളൂ, അതുകൊണ്ട് അതിന്റെ എല്ലാം കൂടെ എടുത്ത് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളതിന്റെ എല്ലാം ഒരു ഓർഡർ ഞാൻ എടുത്ത് തന്നിരിക്കുകയാണ്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത്. അതിൽ CF3COOH ആണ് ഏറ്റവും സ്ട്രോങ് ആസിഡ്. കണ്ടോ, CF3 വന്നു. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ടെൻഡൻസി കൂടുതലായിരിക്കും. ഈ ഓക്സിജന്റെ മണ്ടയ്ക്കുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. OH കൊണ്ട് വീക്ക് ആവും. പെട്ടെന്ന് അത് കട്ട് ചെയ്തിട്ട് H+ അയൺസ് ആക്കി മാറ്റാൻ പറ്റും. നല്ല സ്ട്രോങ് ആസിഡ് ആയിരിക്കും. പിന്നീട് CCl3COOH അസിഡിറ്റി കൂടുതൽ. പിന്നീട് NO2CH2COOH അസിഡിറ്റി കൂടുതൽ. പിന്നെ NCCH2COOH ഇത് കൂടുതൽ. പിന്നെ FCH2COOH അസിഡിറ്റി കൂടുതൽ. പിന്നെ ClCH2COOH അസിഡിറ്റി കൂടുതൽ. പിന്നെ BrCH2COOH അസിഡിറ്റി കൂടുതൽ. പിന്നെ HC ഫോർമിക് ആസിഡ് HCOOH അസിഡിറ്റി കൂടുതൽ. പിന്നെ ClCH2CH2COOH അസിഡിറ്റി കൂടുതൽ. പിന്നെ ബെൻസോയിക് ആസിഡിന് C6H5COOH അസിഡിറ്റി കൂടുതൽ. പിന്നീട് ബെൻസോയിക് ആസിഡിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ്, അതായത് C6H5, അതില് ഒരു CH2 അല്ല അതിലൊരു CH2COOH ഇതിനായിരിക്കും പിന്നീട് അസിഡിറ്റി കൂടുതൽ. പിന്നെ അസിറ്റിക് ആസിഡിന് CH3COOH. അസിറ്റിക് ആസിഡ് ഒക്കെ വളരെ വീക്ക് ആയിട്ടുള്ള ആസിഡാണ്, അതുകൊണ്ടാണ് താഴെ വന്നിരിക്കുന്നത്. പിന്നെ പ്രൊപ്പനോയിക് ആസിഡ് CH3CH2COOH. അപ്പൊ ഇതിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആള് എന്താണ്? കാരണം ഈ CH3CH2 ഗ്രൂപ്പും CH3 ഗ്രൂപ്പും ഒക്കെ എന്താ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അസിഡിറ്റി കുറയുന്നുണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആസിഡ് സ്ട്രെങ്ത് ഉള്ള ആള് ഈ പ്രൊപ്പനോയിക് ആസിഡ് ആണ്. പിന്നെ എഥനോയിക് ആസിഡ്, പിന്നെ അതിന്റെ ബെൻസീൻ റിങ്ങിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ബെൻസീൻ CH3COOH, ബെൻസോയിക് ആസിഡ് അല്ലെ ബെൻസോയിക് ആസിഡ്. പിന്നെന്താ, അങ്ങനെ ആ ഇൻക്രീസിംഗ് ഓർഡർ. ഇതിപ്പോ നമ്മൾ ഡിക്രീസിംഗ് ഓർഡർ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അർജുനെ ഒരു പേജ് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് എഴുതിപ്പിച്ചതാണ് കേട്ടോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിപ്പിച്ചാണ്. ഒരു പേജോ 1.5 പേജോ വിട്ടിട്ട് അടുത്ത എഴുതിക്കോ. പിന്നെ അവര് ഈ PK വാല്യൂ തന്നിട്ട് ഇത് ചോദിക്കും. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേണ്ട ഇങ്ങനെ ഒരു കോമ്പൗണ്ട്, അടുത്ത ഡോട്ട് ഇട്ട് എഴുതിക്കോണേ. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നിരിക്കുകയാണ്, ഇത് COOH. ഓക്കെ, ഇവിടെ OCH3 വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് വന്നിരിക്കുന്നത് ഇവിടെ COOH തന്നെ, പക്ഷെ അത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അടുത്ത വേറൊരു കോമ്പൗണ്ട് വന്നിരിക്കുന്നത് ഇവിടെ COOH എന്നിട്ട് ഇവിടെ NO2. നമുക്ക് രണ്ട് രീതിയിൽ പറയാം, പക്ഷെ ഇവിടെ PK വാല്യൂ തന്നിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ PK വാല്യൂ എന്ന് പറയുന്നത് 446, ഇതിന്റെ PK വാല്യൂ എന്ന് പറയുന്നത് 419, ഇതിന്റെ PK വാല്യൂ എന്ന് പറയുന്നത് 341. നമ്മൾ പറഞ്ഞിട്ടുണ്ട് PK വാല്യൂ കുറഞ്ഞു നിന്നാൽ K വാല്യൂ കൂടി നിൽക്കും. K വാല്യൂ കൂടി നിന്ന് കഴിഞ്ഞാൽ അവൻ നല്ല സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് സ്ട്രോങ് ആസിഡ് ആരാ? നോക്കിയേ, ഇവിടെ PK വാല്യൂ 446 ഏറ്റവും കൂടുതൽ. അപ്പൊ K വാല്യൂ കുറവായിരിക്കും. ഇവിടെ PK വാല്യൂ 419, ഇവിടെ ഈ PK വാല്യൂ 341 ഉള്ളൂ. അപ്പൊ K വാല്യൂ ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആസിഡ് ഇവനായിരിക്കും. പിന്നീട് ഇവനും. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം കറക്റ്റ് ആ ഒരു ഓർഡർ തന്നെ ആയിരിക്കുന്നത്. ഇത് ഇൻക്രീസിംഗ് ഓർഡറിലായിരിക്കുന്നത്. കണ്ടോ, ലെസ് ദാൻ ഇട്ടാൽ മതി. ഇത് ഇൻക്രീസിംഗ് ഓർഡർ ആണ്. ഇൻക്രീസ് ഓർഡർ ഓഫ് ആസിഡ്സ്.
ഓക്കെ, അപ്പം ആസിഡുമായിട്ട് അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീർന്നു. നമ്മളിപ്പം OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അവിടെ ഈ ഭാഗത്തുനിന്ന് അസിഡിറ്റിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ചോദിക്കുന്നത് ഈ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്തുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അല്ല അവിടെ നിന്ന് റിയാക്ഷൻ ഒന്നും ചോദിക്കാനൊന്നും ഇല്ല. അതായത് OH ബോണ്ട് പൊട്ടിയിട്ട് നടക്കുന്ന റിയാക്ഷൻ H+ അയൺസ് ഫോം ചെയ്യുന്ന അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുവാണെങ്കിൽ ഇവിടുന്ന് ചോദിക്കത്തുള്ളൂ. പക്ഷെ CO ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ശരിക്കും ഈ കാർബോക്സിലിക് ആസിഡിന്റെ മെയിൻ റിയാക്ഷനുകളെല്ലാം നടക്കുന്നത്. അവിടെ ഒത്തിരി നെയിം റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പം അടുത്ത ഹെഡിങ് എഴുതുക, റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് CO ബോണ്ട്. അതായത് ഇങ്ങനെ CO ബോണ്ട്, COH എന്ന് എഴുതുവാണ്, കാരണം CO ബോണ്ട് ആണ് കാർബോക്സിലിക് ആസിഡിന്റെ സിയും ഓയും തമ്മിലുള്ള ബോണ്ട്. മറ്റേത് ഓയും H തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന റിയാക്ഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ആദ്യത്തെ റിയാക്ഷൻ ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ് ആണ്. അൺഹൈഡ്രേറ്റിനെ പറ്റി നമ്മൾ പലയിടത്തും പഠിച്ചാണ്, കഴിഞ്ഞ ദിവസം കൂടെ പഠിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ റിയാക്ഷൻ ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ് ആണ്. അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടാവും, CH3CO ട്വൈസ് O, ഒരു വലിയൊരു കോമ്പൗണ്ട് ആയിരുന്നു അല്ലേ. അപ്പൊ നമ്മള് നേരത്തെ അൺഹൈഡ്രേറ്റിൽ നിന്ന് കാർബോക്സിലിക് ആസിഡിനെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രിപ്പറേഷനെ നമ്മൾ പഠിച്ചു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവിടെ എഴുതിയാൽ മതി. അതായത് രണ്ട് CH3COH മോളിക്കൂൾ എടുക്കുക. അതായത് CH3 ഇങ്ങനെ വരയ്ക്കണം. CH3 C ഡബിൾ ബോണ്ടോ OH എന്ന് ഇങ്ങനെ എഴുതുക. അതേപോലെ തന്നെ തൊട്ട് താഴെ ഒരു മോളിക്കൂളും കൂടെ CH3 C ഡബിൾ ബോണ്ടോ, അല്ല തിരിച്ചു വരയ്ക്കാം, CH3 C ഡബിൾ ബോണ്ടോ OH ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, അപ്പൊ രണ്ട് മോളിക്കൂളായി. ഓക്കെ, ഇത് എങ്ങനെയാ കൃത്യം കമ്പൈൻ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. CH3 C ഡബിൾ ബോണ്ടോ OH, CH3 C ഡബിൾ ബോണ്ടോ OH. ഇതിനെ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? ഇതിനെ നമ്മൾ P2O5 ആയിട്ട്, അതായത് നോക്കിയോ, P2O5 ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഹീറ്റ് ചെയ്യുവാണ്. അല്ലെങ്കിൽ എന്താണ്, മിനറൽ ആസിഡ് ഏതെങ്കിലും ആഡ് ചെയ്യാണ്. മിനറൽ ആസിഡ് H2SO4 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. നമുക്കറിയാലോ, ഏതൊരു കോമ്പൗണ്ടിനകത്ത് മിനറൽ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാട്ടർ റിമൂവ് ആവും, ഡീഹൈഡ്രേഷൻ നടക്കും, ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താണ്, എലിമിനേഷൻ ഓഫ് വാട്ടർ നടക്കും. എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ് നടക്കുന്ന റിയാക്ഷൻ. നോക്കി, ഈ മോളിക്കൂളിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? നോക്കി, ഇങ്ങനെ അങ്ങ് കട്ടായി പോകുന്നു നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ഇങ്ങനെ അങ്ങ് കട്ടായി പോകുന്നു, കണ്ടോ, HOH കണ്ടോ, HOH ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ ഒരു CH3 C ഡബിൾ ബോണ്ട് വരും. ഓക്കെ, ഇവിടെയും ഒരു CH3 C ഡബിൾ ബോണ്ട് വരും. നോക്കി, പിന്നെ നോക്കി, ഇവിടെ ഒരു O മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം പോയി, വാട്ടർ ആയിട്ട് പോയി. അപ്പൊ കണ്ടോ, ഇത് O. ഇതിനെയാണ് CH3COO ട്വൈസ് O എന്ന് പറയുന്നത്. ഇതാണ് അസറ്റിക് അൺഹൈഡ്രേറ്റ്. മറ്റേത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം, അതായത് രണ്ട് മോളിക്കൂള് എടുത്തിട്ട് വെള്ളം ആഡ് ചെയ്തപ്പോൾ അസറ്റിക് അൺഹൈഡ്രേറ്റിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തപ്പോൾ എന്താണ്, രണ്ട് മോളിക്കൂൾ ഓഫ് എന്താണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ അവിടെ പ്രിപ്പറേഷനകത്ത് പഠിച്ചാണ് ഇന്നലെ. ഇത് അതിന്റെ നേരെ തിരിച്ചുള്ള റിയാക്ഷൻ. ഇത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ. ഇത് അൺഹൈഡ്രേറ്റ്, അസറ്റിക് അൺഹൈഡ്രേറ്റ്. അടുത്തത് ഇതിന്റെ ബി എന്ന് പറയുമ്പോൾ എസ്റ്ററിഫിക്കേഷൻ. ഇത് നിങ്ങൾ പത്തി പഠിച്ച റിയാക്ഷൻ തന്നെയാണ് എസ്റ്ററിഫിക്കേഷൻ. RCOOR, ഇതാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇല്ല എസ്റ്റർ എന്ന് പറയുന്നത്. ഈ എസ്റ്ററിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എസ്റ്ററിഫിക്കേഷൻ. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു, കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോളും ഉണ്ടെങ്കിൽ എസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു, CH3 C ഡബിൾ ബോണ്ടോ OH. എന്നിട്ട് ഞാനൊരു ആൽക്കഹോളും എടുക്കുന്നു, അതായത് CH3 CH2OH. ഇവിടെ എസ്റ്ററിഫിക്കേഷൻ നടക്കണമെങ്കിൽ എസ്റ്ററിഫിക്കേഷൻ ഏത് റിയാക്ഷന്റെ അടിയിലാണ് പഠിക്കുന്നത്? CO ബോണ്ടിന്റെ ക്ലീവേജ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ക്ലീവ് ചെയ്യും, ഇവിടെ ക്ലീവ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അങ്ങോട്ട് ചേർന്ന് വാട്ടർ ആയിട്ട് അങ്ങോട്ട് റിമൂവ് ആവും കേട്ടോ. നമ്മൾ എന്താ ആഡ് ചെയ്യണമെന്ന് അറിയാമോ?
ഒരു H2SO4 വല്ലതും ആഡ് ചെയ്യണം. അപ്പൊ വാട്ടർ റിമൂവ് ആവും. വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ ഓക്സിജൻ നേരെ വന്ന് ഈ കാർബണായിട്ട് ചേർന്നിട്ട് എസ്റ്റർ ഉണ്ടാകും. നോക്കിയേ, CH3 C ഡബിൾ ബോണ്ടോ അനങ്ങുന്നില്ല. ബാക്കി നേരെ ഫ്ലിപ്പ് ചെയ്യും. അതായത് CH3 CH2O നേരെ ഇങ്ങനെ ഇരിക്കുന്നതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് ജോയിൻ ആവും. O CH2 CH3 ആവും. ഇതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതാം, CH3COO CH2 CH3. ഇവന്റെ പേരെന്താണെന്നറിയോ? ഈതൈൽ എഥനോയേറ്റ് എന്നാണ് ഇവന്റെ പേര്. ഈതൈൽ എഥനോയേറ്റ്. ഇതിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിനെ നെയിം ചെയ്യേണ്ടത് എപ്പോഴും ആലോചിക്കണം. ഓക്സിജന്റെ ഏത് സൈഡിലാണോ കൂടുതൽ കാർബൺ ആറ്റം, ആ കാർബൺ ആറ്റം ഉള്ള അല്ലെങ്കിൽ അതിന്റെ വേർഡ് റൂട്ടിനെ OH ചേർത്ത് ഏറ്റി അവസാനം എഴുതുക. കുറവുള്ള ആൾക്കാരനെ ആൽക്കൈൽ ഫോമിൽ ഫ്രണ്ടിൽ എഴുതുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. CH3 COO CH2 CH2 CH3. കണ്ടോ? ഇപ്പൊ ഇവിടെ ഓക്സിജന്റെ ഈ സൈഡിൽ 3 കാർബൺ, അതുകൊണ്ട് അവനെ കംപ്ലീറ്റ്ലി പ്രൊപ്പനോയേറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. പ്രൊപ്പനോയേറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. എന്നാൽ ഫ്രണ്ടിൽ 2 കാർബൺ ആയതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഫോമിൽ എഴുതുക, ഈതൈൽ പ്രൊപ്പനോയേറ്റ്. കണ്ടോ? ഇങ്ങനെയാണ് ഇവരെ നെയിം ചെയ്യുക. എസ്റ്ററിനെ നെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞതേ ഉള്ളൂ, നെയിം ചെയ്യാനൊന്നും നമുക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞു. എസ്റ്ററിഫിക്കേഷൻ രണ്ടാമത്തെ റിയാക്ഷൻ ആയിരുന്നു. മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത്, ഒരുമിച്ചാണ് എഴുതുന്നത്. റിയാക്ഷൻ വിത്ത് PCl3 ഉണ്ട്, PCl5 ഉണ്ട്, SOCl2 ഉണ്ട്. ഞാൻ ആദ്യം കണ്ട CH3 C ഡബിൾ ബോണ്ടോ OH, ഇതിനെ നമ്മൾ PCl3 മായിട്ട് റിയാക്ട് ചെയ്യാൻ പോകും. എന്ത് സംഭവിക്കുന്നറിയോ? ഈ OH ഇവിടുന്ന് OH കട്ട് ചെയ്തിട്ട് ഒരു ക്ലോറിന്റെ ഇങ്ങോട്ടേക്ക് വരും. OH അങ്ങ് മാറിപ്പോകും. പ്രൊഡക്റ്റ് നോക്കി, CH3 ഒരു ആസിഡ് ക്ലോറൈഡ് ഉണ്ടാവും. കണ്ടോ? ഇവിടെ Cl ഉണ്ടാവും. പ്ലസ് ഓർത്തോഫോസ്ഫോറിക് ആസിഡ്, അതായത് H3PO4 ഉണ്ടാവുന്നു. ഇതിന്റെ പേര് പ്രത്യേകം ഓർത്തോണം, ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. മാത്രമല്ല ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും ഉണ്ടാകുന്ന കാര്യം ആലോചിച്ചു. എന്നാൽ PCl5 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ടോ OH PCl5 റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സെയിം കോമ്പൗണ്ട്, അതായത് മെയിൻ പ്രോഡക്റ്റ് ആസിഡ് ക്ലോറൈഡ് തന്നെ ഉണ്ടാവും. CH3 C ഡബിൾ ബോണ്ടോ Cl തന്നെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ പിന്നീട് ഉണ്ടാകുന്ന രണ്ടാൾക്കാർ വ്യത്യാസമാണ്. ഒന്ന് PCl3യും പിന്നെ ഇവിടെ PCl3 അല്ല, POCl3 ആണ്. POCl3 ആണ്, കൺഫേം ചെയ്തായിരുന്നു. POCl3 ആണ്. POCl3 പ്ലസ് HCl. അതെങ്ങനെ വരുന്നതാണ് ട്രിക്ക് പറഞ്ഞുതരാം. CH3 C ഡബിൾ ബോണ്ടോ OH ഇങ്ങനെ എഴുതുക. PCl5നെ PCl3 ഇവിടെ എഴുതിയിട്ട് ഒരു Cl ഇവിടെയും ഒരു Cl ഇവിടെ എഴുതുക. കണ്ടോ? ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവര് ചേർന്നിട്ട് കണ്ടോ ഈ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇവര് ചേർന്നിട്ട് കണ്ടോ ഇവനുണ്ടാവും. ഇവര് ചേർന്നിട്ട് തന്നെ ഉണ്ടാവും. കണ്ടോ? ഈ POCl3 എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡ് എന്നാണ് എന്റെ പേര്. കേട്ടോ, ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡ്. ഇവന്റെ പേര് ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡ്.
ഓക്കെ, ഇനി SOCl2 കൂടെ ഉണ്ട്. SOCl2 അതായത് CH3 C ഡബിൾ ബോണ്ട് ഓഫ് OH നെ ഞാൻ SOCl2 എന്ന് പറയുമ്പോൾ തയോണൈൽ ക്ലോറൈഡ് എന്നാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കാൻ ആലോചിച്ചിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇവിടെയും CH3 C ഡബിൾ ബോണ്ട് ഓഫ് OH നെ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ക്ലോറിൻ വരുന്നു, Cl വരുന്നു, ആസിഡ് ക്ലോറൈഡ് തന്നെ. പിന്നെന്താ വരുന്നത്? പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് HCl ഉം SO2 ആണ്. HCl പ്ലസ് SO2 രണ്ടും ഗേഷ്യസ് ഫോമിലാണ് ഉണ്ടാകുന്നത്. ഇവല്യൂഷൻ ആണ്, ഇവല്യൂഷൻ ഓഫ് ഗ്യാസ് ആണ്. ഇത് ഓർത്ത് വെക്കുക. ഇത് എപ്പോഴും ഈ തയോണൈൽ ക്ലോറൈഡുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കയറി വരാറുണ്ട്. അതൊന്ന് ആലോചിക്കാം. അടുത്തത് റിയാക്ഷൻ വിത്ത് അമോണിയ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു നെയിം റിയാക്ഷൻ പോലെയൊക്കെ വരുന്നതാണ്. അതായത് താലിമൈഡ് താലമൈഡ് എന്നൊക്കെ പറഞ്ഞ മോളിക്യൂൾസ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ്. അത് പഠിക്കണം നന്നായിട്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം എഴുതിക്കോളൂ. മൂന്നാമത്തെ റിയാക്ഷൻ അല്ലേ? സി ആണോ ഡി ആണോ? നാലാമത്തെ ആണോ? ഏതാന്ന് വെച്ചാൽ നമ്പർ അങ്ങ് ഇട്ടേക്കണേ. റിയാക്ഷൻ വിത്ത് അമോണിയ, റിയാക്ഷൻ വിത്ത് അമോണിയ. നമ്മള് CH3 C ഡബിൾ ബോണ്ട് OH ഇത് അമോണിയമായിട്ട് ട്രീറ്റ് ചെയ്യണം. അമോണിയമായിട്ട് റിയാക്ഷൻ റിവേഴ്സിബിൾ ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആദ്യം ഉണ്ടാകുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ് CH3 C ഡബിൾ ബോണ്ട് O. ഈ Hന്റെ കൂടെ NH3 ഒന്ന് ആഡ് ചെയ്തിട്ട് O മൈനസും NH4 പ്ലസും എന്ന് പറയുന്ന ഒരു അയോണിക് ഇന്റർമീഡിയറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഓക്കെ, അതിനകത്തോട്ട് അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? അതിനകത്ത് വാട്ടർ എലിമിനേറ്റ് ആവും. ഇതൊരു സോൾട്ട് ആണ്. അമോണിയം അസറ്റേറ്റ് എന്നാണ് ഇതിന്റെ പേര്. അത് നമ്മളൊന്ന് എഴുതി വെച്ചേക്കണം. അമോണിയം അസറ്റേറ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്ടർ എലിമിനേറ്റ് ആവും. നെഗറ്റീവ് H2O എന്ന് എഴുതുകയാണ്, എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അമൈഡ് ഉണ്ടാവും. CH3 C ഡബിൾ ബോണ്ടോ ഇവിടെ നിന്ന് 2 Hഉം ഇവിടെ നിന്ന് ഓയും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? NH2 ഉള്ളൂ. ഇവന്റെ പേര് എത്തൻ അമൈഡ് എന്നാണ്. എത്തൻ അമൈഡ് ആണ്. നോക്കിയാൽ മതി. ഈ NH4 ന്ന് 2 H പോയി, അപ്പൊ NH2 ആയി. ഈ ഓക്സിജനും പോയി, അപ്പൊ H2O ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി NH2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് തന്നെ നിങ്ങൾക്ക് വേണം ബെൻസീൻ റിംഗ്, ഇവിടെ ബെൻസീൻ റിംഗ് വെച്ചിട്ട് വേണം ചെയ്യാം. ഇവിടെ C6H5 ആക്കിയാൽ മതി. സെയിം റിയാക്ഷൻ തന്നെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ബെൻസനമൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഇതിന്റെ അടുത്തൊരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള താലിമൈഡ് എന്ന് പറഞ്ഞ മോളിക്കൂളും താലമൈഡ് എന്ന് പറഞ്ഞ ഒരു മോളിക്കൂളും ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് പഠിക്കണം. ഓർത്തു വെക്കാൻ പറ്റത്തില്ല. അതായത് ഇന്ന ഭാഗത്തെയാണ് അല്ലെങ്കിൽ ഇന്ന ഇത് വരുമെന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ചില ട്രിക്ക് വെച്ചിട്ട് അത് എന്താണ് ബൈഹാർട്ട് ആക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അത് ഒന്ന് ഓർത്തു വെച്ചോണം. അത് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കയറി വരും, എവിടെയെങ്കിലും കയറി വരുമായിരിക്കും. ഇതിനകത്ത് തന്നെയുള്ള മൂന്നാമത്തെയാണ്. ഇതിനകത്ത് തന്നെയുള്ള നമ്മളിപ്പം ഒന്ന് ഇത് എഴുതി, രണ്ടാമത്തെ ഞാൻ പറഞ്ഞു അതാ ബെൻസീൻ റിംഗ്. ഇവിടെ ഈ CH3ക്ക് പകരം C6H5 വന്നാലും സെയിം റിയാക്ഷൻ തന്നെയാണ്. അതിന്റെ മൂന്നാമത്തെ ഇതാണ്. ഇത് ഓർത്ത് വെച്ചോണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എഴുതണേ. ഞാൻ സമയം തരാം എഴുതാൻ. ഒരു ബെൻസീൻ റിംഗ്, ഇവിടെ COOH, ഇവിടെ COOH. ഇവന്റെ പേര് നിങ്ങൾക്ക് അറിയാം, ബെൻസീൻ 1,2 ഡൈഓയിക് ആസിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമ്മൾ 2 NH3 മോളിക്യൂളിനെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടത്തെ പോലെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇവിടത്തെ പോലെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഒരു ബെൻസീൻ റിംഗ് വരുന്നു. നേരത്തെ NH3 ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ Hന്റെ കൂടെ പോയി ചേർന്നിട്ട് ഒരു എന്താണ് ഒരു സോൾട്ട് ഉണ്ടായി, അയോണിക് സോൾട്ട് ഉണ്ടായി അല്ലേ? അപ്പൊ അതെങ്ങനെയാ ഉണ്ടായത്? ഇവിടെ COO, അവിടുന്ന് 2 NH3 ഉണ്ട്, ഒരു NH3 ഇവിടെ വന്ന് ചേർന്നിട്ട് COO മൈനസും NH4 പ്ലസ് ഇവിടെ വന്നു. അതേപോലെ തന്നെ ഇവിടെയും CO 2 NH3 ഉള്ളതുകൊണ്ട് COO മൈനസും NH4 പ്ലസ്. പ്ലസ് എപ്പോഴും നൈട്രജൻ ആയിരിക്കും കേട്ടോ. പ്ലസ് നൈട്രജന് മുകളിലായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ജനറലി അങ്ങ് ഇടുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെയായിരിക്കും അത് എഴുതേണ്ടത്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കാൻ പോവാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? വാട്ടർ എലിമിനേറ്റ്, നെഗറ്റീവ് H2O. നെഗറ്റീവ് H2O എലിമിനേറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വാട്ടർ എലിമിനേറ്റ് ആവുന്നത് ആകുമ്പോൾ അമൈഡ് ഫോം ചെയ്യുമല്ലോ. ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് ഒരു സെക്കൻഡ് സ്പേസ്.
ഞാനിങ്ങനെ നേരെ അങ്ങ് എഴുതുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്പേസ് ഉള്ള പോലെ താഴോട്ടൊക്കെ ആക്കി എഴുതുക. ഓക്കെ. അപ്പൊ നമുക്കറിയാം വാട്ടർ എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? വാട്ടർ എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കോളൂ, ഇവിടെ അമൈഡ് രണ്ട് കണ്ടോ, ഇവിടെ COO അല്ല COO അല്ല CONH2 വരും അല്ലെ, ഇവിടെ ഒരു C ഡബിൾ ബോണ്ടോ NH2 വരും. C ഡബിൾ ബോണ്ട്, ഞാൻ ആ C ഡബിൾ ബോണ്ടോ എന്ന് തന്നെ എഴുതുകയാണ്, CO എന്ന് എഴുതാതെ C ഡബിൾ ബോണ്ടോ NH2 എന്ന് വരും. ഇവിടെയും എന്താണ്, C ഡബിൾ ബോണ്ടോ NH2 എന്ന് വരും. ഇങ്ങനെയല്ലേ നമ്മൾ നേരത്തെ എഴുതിയത്, അമൈഡ് വരെ ഫോം ചെയ്യുന്ന പോലെ ആയിരുന്നു എഴുതിയത്. എന്നാൽ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നറിയോ, നമ്മള് ഇതിനെ ഈ മോളിക്കൂളിനെ താലമൈഡ് എന്നായിരിക്കും പറയുന്നത്. താലമൈഡ്, PTHALAMID, താലമൈഡ് എന്ന് പറയും. ഈ താലമൈഡിനെ എന്ത് ചെയ്യാം, നമ്മൾ സ്ട്രോങ് ഹീറ്റിംഗ് ചെയ്യാൻ പോവാം. സ്ട്രോങ് ഹീറ്റിംഗ് ചെയ്യാൻ പോവാണ്. ഇവിടെ എഴുതുന്നതിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവിടെ ഈ താഴത്തെ NH2 എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ NH2 എന്ന് എഴുതാതെ നിങ്ങൾ എഴുതേണ്ട NH2 തന്നെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ അമോണിയ എങ്ങനെയാണ് അവിടുന്ന് എന്താണ് സ്ട്രോങ് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് അമോണിയ എന്താണ് മാറും. അപ്പൊ സ്ട്രോങ് ഹീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ, അമോണിയ റിമൂവ്സ് അമോണിയ NH3 റിമൂവ് ആവുന്ന എങ്ങനെ അറിയോ, ഇവിടുന്ന് ഒരു NH2 കണ്ടോ, ഇവിടുന്ന് ഒരു H എടുത്തുണ്ടാവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിനെ നോക്കിക്കോണേ, ഉണ്ടാകുന്ന കോമ്പൗണ്ട് നോക്കിക്കോണം. ഇങ്ങനെ ഒരു ബെൻസീൻ റിങ്, ഇങ്ങനെ ഒരു ബെൻസീൻ റിങ്, അതിൽ ഒരു ബെൻസീൻ റിങ്ങൾ വരച്ചു. പിന്നെ ഇവിടെ C ഡബിൾ ബോണ്ടോ, ഇവിടെയും ഒരു C ഡബിൾ ബോണ്ടോ ഉണ്ട്. അപ്പൊ NH2 ഒരിടത്തെ പോയി, ഒരിടത്തെ H പോയെങ്കിൽ പിന്നീട് എന്താ, ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് NH-ലായിരിക്കും വന്ന് ബോണ്ട്. കണ്ടോ, NH ഉള്ളൂ, ബാക്കി ഇങ്ങനെയായിരിക്കും. ഇവനെ താലിമൈഡ് എന്ന് പറയും. PTHALIMIDE. മറ്റേത് താലമൈഡും, ഇത് താലിമൈഡും. എന്നിട്ട് ഇവിടുന്ന് പോയ അമോണിയനെ ഞാൻ ഇങ്ങനെ ഇവിടെ കാണിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് ആ റിയാക്ഷൻ. ഇത്രയും വലിയ റിയാക്ഷൻ ആണ്. ഇവിടുന്ന് എന്ത് ചെയ്തു, ഒരു എന്താണ് ബെൻസീൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡിനകത്തോട്ട് 2 അമോണിയ മോളിക്കൂൾ ആഡ് ചെയ്തപ്പോൾ അവിടെ ആ സോൾട്ട് ഉണ്ടായി. ആ സോൾട്ടിനെ സ്ട്രോങ് ഹീറ്റ് ചെയ്തപ്പോൾ വാട്ടർ റിമൂവ് ആയപ്പോഴത്തേക്ക് നമുക്ക് അമൈഡ് ഉണ്ടായി. അത് ആ അമൈഡ് ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ താലമൈഡ് എന്ന് പറയും. അതേപോലെ തന്നെ അതിനകത്ത് സ്ട്രോങ് ഹീറ്റിംഗ് ഇങ്ങനെ ചെയ്തപ്പോൾ അതിനകത്ത് അമോണിയ റിമൂവ് ആയപ്പോൾ താലിമൈഡ് ഉണ്ടായി. ഓക്കെ ആണല്ലോ, എഴുതി വെക്കുക. മൊത്തം ഒരു 4 റിയാക്ഷൻ കൂടെ പഠിക്കാനുള്ളൂ. അടുത്ത റിയാക്ഷൻ എഴുതിക്കോളൂ. റിഡക്ഷൻ എത്രാമത്തെയാണെന്ന് എനിക്കറിയില്ല നമ്പർ. റിഡക്ഷൻ ഞാൻ എഴുതുകയാണ്. റിഡക്ഷൻ നമുക്കറിയാം, കാർബോക്സിലിക് ആസിഡിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ചിട്ട് നമ്മൾ ഓക്സിഡൈസ് ചെയ്തപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ആൽഡിഹൈഡ് കീറ്റോൺ ഒന്നും ഉണ്ടാകും. സോറി, ആൽക്കഹോളിനെ നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തപ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടി. അതായത് ഇതിനകത്ത് പ്രിപ്പറേഷന്റെ ഫസ്റ്റ് റിയാക്ഷൻ ആയിരുന്നു. അപ്പൊ അതിനെ തിരിച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും, ആൽക്കഹോൾ തന്നെ കിട്ടും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാം. നോക്കിയോ, CH3 CH2 C ഡബിൾ ബോണ്ട് OH, പ്രൊപ്പനോയിക് ആസിഡ്. ഇവിടെ അതിന് അങ്ങോട്ടേക്ക് ഓക്സിഡൈസ് ചെയ്തപ്പോൾ സ്ട്രോങ് ആണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ് സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് LiAlH ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ അത് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആസിഡ് ഹൈഡ്രോളിസിസും കൂടെ ചെയ്യണം, H3O+ കൂടെ ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ഇവിടെ ഒന്ന് റിഡക്ഷൻ ആകുമ്പോൾ എന്താണ്, റിമൂവൽ ഓഫ് ഓക്സിജനും അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, ഇതങ്ങ് പോയിട്ട് അവിടെ 2 ഹൈഡ്രജൻ വരും. CH3 CH2 CH2 OH. അപ്പം ഇവിടെ പ്രൊപ്പനോയിക് ആസിഡും ഇവിടെ എന്താണ്, പ്രൊപ്പനോളുമായി. അപ്പൊ അവിടെ റിഡക്ഷൻ നടന്നു എന്നുള്ളതാണ്. ഇത് മറ്റേ CO ബോണ്ടിന്റെ ഇതല്ല ഇവിടെ ശരിക്കും നടക്കുന്നത്
ഈ സി ഡബിൾ ബോണ്ടോടെ ക്ലീവേജ് ആണ് നടക്കുന്നത് കേട്ടോ. അത് ഇപ്പോഴും ആലോചിച്ചോണേ. ഇപ്പൊ നമ്മൾ ഈ റിഡക്ഷനും ഇനി അടുത്ത ഡീകാർബോക്സിലേഷനും അതേപോലെ തന്നെ അടുത്തത് ഹെൽ വോൾഹാഡ് സ്കെലൻസ്കി റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ സി ഡബിൾ ബോണ്ടിനാണ് ഇത് സംഭവിക്കുന്നത്, ബ്രേക്കേജ് സംഭവിക്കുന്നത്. അപ്പൊ അടുത്ത് എഴുതിക്കോ ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ 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 എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, നമുക്ക് CH3 C ഡബിൾ ബോണ്ട് OH ഇതിനെ ആദ്യം ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. സോഡിയം ഹൈഡ്രോ നമുക്കറിയാം ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സോൾട്ട് മാത്രം ഉണ്ടാവുമല്ലോ. ഇന്നലെ പഠിപ്പിച്ച റിയാക്ഷൻ ആണ്. CH3 C ഡബിൾ ബോണ്ട് ONA വരും. അതായത് ഈ H നെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, ആ NA അവിടെ വരും. എന്നിട്ട് ഈ H ഉം OH ഉം കൂടെ ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ സോഡിയം മെഥനോയിറ്റ് എന്നാണ് ഇന്നലെ പറഞ്ഞത് അല്ലയോ. ഈ സോഡിയം മെഥനോയിറ്റിനെ ഞാൻ എടുക്കുന്നു. അതായത് CH3 C ഡബിൾ ബോണ്ട് ONA നെ ഞാൻ എടുത്തിട്ട് അതിനകത്ത് സോഡ ലൈം ചേർക്കുന്നു. സോഡ ലൈമിന് ഒരു എന്താണ് ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട്. അതായത് NaOH ഉം NaOH ഉം CaOയും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ സോഡ ലൈം എന്ന് പറയാം. സോഡ ലൈം എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ഹീറ്റ് ചെയ്യുകയും കൂടെ ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ ഡീകാർബോക്സിലേഷൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിമൂവ് ആയി പോകും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്തായിട്ട് മാറും? CH3 ആയിട്ട് ഒരിക്കലും ഇരിക്കത്തില്ല. ഇവിടുന്ന് ഒരു H ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു CH4 ആയിട്ട് മാറും. കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ഡയറക്റ്റ് ആൽക്കൈനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ ആണ് ഡീകാർബോക്സിലേഷൻ എന്നും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പ്ലസ് എന്താ, ഈ Naയും Na2 ഇത് CO ഈ കാൽസ്യത്തിന്റെ ഓയും കൂടെ ചേർന്നിട്ട് Na2CO3. അപ്പൊ നിങ്ങൾ ആലോചിക്കല്ലേ, അയ്യോ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ പോയി? കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലേ റിമൂവ് ചെയ്തത്? കാർബൺ ഡൈ ഓക്സൈഡ് പോയത് കാർബണേറ്റ് ഫോമിലാണ് പോയത്. ഓക്കെ ആണല്ലോ, അങ്ങനെ ആലോചിച്ചു വേണം എഴുതണം. CO2 removed as sodium carbonate. അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻവോൾവിംഗ്. സബ്സ്റ്റിറ്റ്യൂഷൻ അതിന്റെ തന്നെ അടുത്ത റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻവോൾവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൽഫ ഹൈഡ്രജൻ ആറ്റം. ഇത് ഈ ചാപ്റ്ററിനകത്തെ VVIP എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. അതായത് വെരി വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് അർത്ഥം. ഓക്കെ, ഈ റിയാക്ഷന്റെ പേര് ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ, HVZ റിയാക്ഷൻ എന്ന് പറയും കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് ദിസ് റിയാക്ഷൻ ഈസ് known as ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ, HVZ. ഇതിനകത്ത് ആൽഫ ഹൈഡ്രജൻ വേണം. ആൽഫ ഹൈഡ്രജൻ ഞാൻ പറഞ്ഞായിരുന്നു, C ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ. ഓക്കെ ആണല്ലോ. നമ്മൾ അങ്ങനെ ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കാം. അതായത് CH3 C ഡബിൾ ബോണ്ട് OH, ഇതാണല്ലോ കാർബോക്സിലിക് ആസിഡ്. ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആൽഫ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ എല്ലാം ആൽഫ ഹൈഡ്രജൻ. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആൽഫ ഹൈഡ്രജൻ വേണം. അതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? അതിനെ നമ്മൾ ഡയറക്റ്റ് ഹാലോജനേഷൻ ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഈ റെഡ് ഫോസ്ഫറസ് ഒറ്റ റിയാക്ഷനകത്ത് റെഡ് ഫോസ്ഫറസ് ഉള്ളൂ ഈ എൻറ്റയർ കെമിസ്ട്രിക്കകത്ത്. അത് ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷനകത്താണ്. നമുക്ക് പഠിക്കാനുള്ളതിനകത്താട്ടോ, ഫോസ്ഫറസ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, ഇതിനകത്തെ ഈ ഒരു ആൽഫ എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് അവിടെ ആര് വരും എന്നറിയാമോ? ഇതിനകത്ത് ഒരു X ഇങ്ങോട്ടേക്ക് വരും.
എന്നിട്ട് ഈ എച്ച് നേരെ മറ്റേ എക്സിന്റെ കൂടെ പോയിട്ട് ഒരു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആര് വേണേ വരാം. എന്താ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ H2 ഹൈഡ്രോളിസിസ് ഉണ്ട്. അപ്പൊ നോക്കിയോ, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു എക്സ് വരും. എക്സ് എന്ന് പറയുമ്പോൾ ഹാലജൻ ആണ് കേട്ടോ. എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോറിൻ ആവാം, അല്ലെങ്കിൽ ബ്രോമിൻ ആവാം, അങ്ങനെ ഹാലജൻസ് എന്ത് വേണേ ആവാം. എന്താ സി ഡബിൾ ബോണ്ടോ OH. ഇവനെ നമ്മൾ ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും. ഹാലോ രണ്ട് റിയാക്ഷൻ കൂടെ ഉള്ളൂ. അതിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. അതോടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് രണ്ട് റിയാക്ഷൻ എഴുതിക്കും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതിക്കോളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് ഈ ബെൻസോയിക് ആസിഡ് ആണ് നമ്മൾ റിയേജന്റ് ആയിട്ട് എടുക്കുന്നത്. ഈ COOH ഒരു ഡോട്ട് എഴുതുക. COOH ഗ്രൂപ്പ് ഇൻ ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ്. വരുന്ന ആൾക്കാരോട് മെറ്റാ പൊസിഷനിൽ പോയി ഇരിക്കാൻ പറയും. മെറ്റാ ഡയറക്റ്റിംഗ് ആൻഡ് ഈസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒന്നാമത്തേത് നൈട്രേഷൻ ആണ്. നമുക്കറിയാം നൈട്രേഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ഒരു ബെൻസോയിക് ആസിഡ് എടുക്കുന്നു, അതായത് ബെൻസീൻ റിംഗിൽ COH. നൈട്രേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്നിരിക്കും. അതായത് ഇവിടെ COOH ആണ് മെറ്റാ പൊസിഷൻ. ഇത് ഓർത്തോ മെറ്റാ പാരയാണ്. അപ്പൊ മെറ്റാ പൊസിഷനിൽ NO2 വന്നിരിക്കും. ഇനി ആകെ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൂടെ ഉള്ളൂ. ഹാലോജനേഷൻ ആണ്. ബാക്കി ഒന്നും ഇവിടെ നടക്കത്തില്ല. ഹാലോജനേഷൻ എന്ന് പറയുമ്പോൾ സെയിം ഇത് തന്നെ വരയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഹാലജനെ ആഡ് ചെയ്താൽ മതി. അതായത് Br2 ഇൻ പ്രസൻസ് ഓഫ് എന്താണ് ഒരു ലൂയിസ് ആസിഡ് FeCl3 അല്ല FeBr3 ആണ്. ബ്രോമിൻ അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇതിനകത്ത് ഒരു ബ്രോമിനെ ഇവൻ പിടിച്ചു വെച്ചിട്ട് ഒരു ബ്രോമിനെ മെറ്റാ പൊസിഷനിൽ ആഡ് ചെയ്യും. COOH. ഈ ലൂയിസ് ആസിഡ് ആയിട്ടുള്ള FeBr3നെ FeCl3നെ ഒക്കെ ആഡ് ചെയ്യുന്നത് കുറച്ചു നേരത്തേക്ക് രണ്ട് മോളിക്കൂൾ ഹാലജനിൽ അല്ല രണ്ട് ആറ്റം ഹാലജനിൽ ഒരു ആറ്റത്തിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ്. ബാക്കി ഒരെണ്ണം നമ്മളിവിടെ ചെയ്തു. ഇതായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനോ അല്ലെങ്കിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനോ എന്ന് പറഞ്ഞ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കൂല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയോ, ഈ എന്താണ് ലൂയിസ് ആസിഡുമായിട്ട് പോയിട്ട് നമ്മുടെ ഇതങ്ങ് റിയാക്ട് ചെയ്യും. ഈ COH ഗ്രൂപ്പ് വന്നിട്ട് ലൂയിസ് ആസിഡുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് മാറും. അല്ലാതെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ല. ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അസൈൽ ഗ്രൂപ്പോ ഒന്നും വന്ന് എന്ത് ചെയ്യത്തില്ല, മെറ്റാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല. പകരം ആ COH ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ട് മറ്റേ ആൾക്കാർ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പൊ അതുകൂടെ വേണം എഴുതിക്കോണം. ബെൻസോയിക് ആസിഡ് does not give Friedel Crafts reaction. COOH group will react with Lewis acid and form
സം അതർ പ്രൊഡക്റ്റ്, സം അതർ പ്രൊഡക്റ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ചാപ്റ്റർ. ഇതിന്റെ യൂസസ് ഉണ്ടല്ലോ, നമുക്കറിയാം വിനീഗർ ആയിട്ട് വിനീഗർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ മെഥനോയിക് ആസിഡ് ആണെങ്കിൽ റബ്ബർ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു. അങ്ങനെ കുറെ ചെറിയ ചെറിയ നൈലോൺ 66 ഉണ്ടാക്കാൻ വേണ്ടി കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ് ഉപയോഗിക്കുന്നത്. എസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ, അതായത് നമ്മുടെ ഫ്രൂട്ടി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ കാർബോക്സിലിക് ആസിഡ് ഉപയോഗിക്കുന്നു. പിന്നെ കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടി കാർബോക്സിലിക് ആസിഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എഴുതി കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവാം.